കർക്കിടക മാസത്തിലെ രണ്ടാം ദിവസമായ ഇന്ന് എറണാകുളം ജില്ലയിലെ മലാശ്ശേരിയിലെ നാലമ്പലങ്ങൾ പരിചയപ്പെടാം. പേരിലും പെരുമയിലും പ്രസിദ്ധമായ രാമമംഗലം. രാമമംഗലത്ത് രാമായണത്തിന്റെ നടവഴികളിലൂടെ യാത്ര ചെയ്ത് കർക്കിടക പുലരി ശ്രീരാമ പാദസ്പർശത്താൽ പവിത്രമായ മാമലശ്ശേരിയിലെത്തുമ്പോൾ പുണ്യവും ഐശ്വര്യദായകവുമായ നാലമ്പല ദർശനം ആരംഭിക്കും. ഒരുപാട് ജന്മങ്ങൾ താണ്ടി ജീവചക്രം ഉരുളുകയാണ്. പുനർജന്മങ്ങളിൽ നിന്നും മുക്തി നേടി പരബ്രഹ്മപാദത്തിൽ അലയാൻ ത്രൈലോക്യനാഥൻ കൽപ്പിച്ചു നൽകിയ പുണ്യമാണ് വിവേകപൂർണമായ മനുഷ്യജന്മം എന്നറിയുക. സത്കർമ്മങ്ങൾ ചെയ്യുക, ഈശ്വര ചിന്തയോടെ ക്ഷേത്ര ദർശനവും ദാനകർമാദികളും ദീനാനുകമ്പയുമായ ദുഷ്ടചിന്തകളൊക്കെ വെടിഞ്ഞ് ഈശ്വര കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ അരളിയ പുണ്യജന്മമാണ് മനുഷ്യജന്മം. കലിയുഗമാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹോമാദി കർമ്മങ്ങൾ, തീർത്ഥാടനം ഇതൊക്കെ ദൈവപ്രീതിക്ക് അത്യുത്തമം എന്ന് തന്നെയാണ് വിശ്വസിച്ചു പോരുന്നത്. കാലത്തിൻ്റെ ഈ ഒരു യാത്രയിൽ ജീർണിച്ച ചിന്തകളാൽ മനുഷ്യർ പാപം ചെയ്ത് മതിക്കുമ്പോൾ പാപഭാരം പേറി പ്രകൃതി കോപത്താൽ പേമാരി, രോഗങ്ങൾ, ദാരിദ്ര്യം ഇതൊക്കെ കർക്കിടകത്തോടൊപ്പം ഭൂമുഖത്ത് വന്നിരുന്നു. അന്ന് രാമനാമ ജപങ്ങളും രാമായണ പാരായണവുമായി പൂർവികർ അനുഗ്രഹ ആശിസ്സുകൾ തേടിയിരുന്നു. ത്രേതായുഗത്തിൽ രാമാവതാരം ചെയ്ത ശ്രീഹരി വിഷ്ണുവിനോടൊപ്പം പാർശ്വാവതാരം ചെയ്ത ദാശരഥികളെ ശംഖ്, ഭരതൻ, അനന്തൻ, ലക്ഷ്മണൻ, ചക്രം, ശത്രുഘ്നൻ അവരവരുടെ ജനനക്രമത്തിൽ അതാത് ക്ഷേത്രാങ്കണത്തിലെത്തി യഥാവിധി ദർശനം ചെയ്യുന്നത് രാമായണം ഒരാവർത്തി വായിക്കുന്ന പുണ്യമായി വിശ്വസിച്ചു പോരുന്നു. ശ്രീരാമനാമം സ്ഥിരം ജപിക്കുന്നവരെ വിജയം എന്നും തേടിയെത്തുമെന്ന പരമാർത്ഥം ഇവിടെ അന്വർത്ഥമാവുകയാണ്. പഴമയുടെ പ്രൗഢിയും അനുഗ്രഹത്തിന്റെ സമ്പത്തും നിറഞ്ഞ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എണ്ണപ്പെട്ട രാമക്ഷേത്രങ്ങളിൽ ഒന്നാണ്. രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അരങ്ങേറിയത് ഈ ഭൂപ്രദേശത്താണ് എന്നാണ് ഒരു വിശ്വാസം. ശ്രീരാമ വനവാസകാലം, അവിടെ രാവണമാതുലൻ മാരീചന് മോക്ഷം ലഭിച്ച സ്ഥലമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സീതാപഹരണത്തിനായി രാവണ കൽപ്പനയിൽ മോഹിപ്പിക്കുന്ന രൂപഭംഗിയുടെ സ്വർണ്ണമാൻ രൂപത്തിൽ മാതുലനായ മാരീചൻ സീതാദേവിയുടെ പർണശാലക്കരികിലെത്തി. ദർശനമാത്രയിൽ തന്നെ സ്വർണ്ണമാനെ കണ്ട് കൗതുകം പൂണ്ട സീതാദേവി മാനിനെ പിടിച്ചു നൽകാൻ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. കയ്യെത്തുന്ന ദൂരത്ത് വന്ന് ആടിയും ഓടിയും മാൻ പിന്തുടർന്നെത്തിയ ശ്രീരാമനെ പർണശാലയിൽ നിന്ന് ഏറെ ദൂരെ എത്തിച്ചു. മാൻ അന്ന് ഓടിക്കളിച്ച് നടന്ന സ്ഥലം ഇപ്പോൾ മാനാടി എന്നു പേരുള്ള മാമലശ്ശേരിയിലെ ഒരു പാടശേഖരമാണത്രേ. ഏറെ വൈകാതെ മാൻ ആരാണ് എന്നുള്ള സത്യം ശ്രീരാമൻ മനസ്സിലാക്കുകയും ദേഷ്യത്തോടെ ബാണം പ്രയോഗിക്കുകയും ചെയ്തു. രാമബാണമേറ്റ് മാൻ മലച്ചു വീണ സ്ഥലം മാൻമലച്ചേരിയായും പിൽക്കാലത്ത് മാമലശ്ശേരിയായും അറിയപ്പെട്ടു. രാമബാണമേറ്റ് ചിതറിയ മാനിന്റെ മേൽഭാഗം വീണിടം മേമുറിയും കീഴ്ഭാഗം വീണിടം കിഴുമുറിയായും അറിയപ്പെട്ടു. ഈ രണ്ട് പ്രദേശങ്ങളും മാമലശ്ശേരിക്ക് അടുത്താണ് എന്നുള്ളതും ഈ വിശ്വാസത്തിന് ഉറപ്പേകുന്ന സംഭവമാണ്. ക്ഷേത്രാങ്കണത്തെ ഇങ്ങനെ തഴുകി മൂവാറ്റുപുഴയാറ് ഒഴുകുന്നുണ്ട്. മറുകരയോട് ചേർന്ന് ശ്രീ തിരുവലി മഹാദേവ ക്ഷേത്രമുണ്ട്. വനവാസക്കാലത്ത് ദശരഥന്റെ ദേഹവിയോഗം അറിഞ്ഞ രാമലക്ഷ്മണന്മാർ അദ്ദേഹത്തിനു വേണ്ടി ബലിതർപ്പണം ചെയ്ത സ്ഥലമാണിത് എന്നാണ് മറ്റൊരു വിശ്വാസം. കിഴക്ക് ദർശനമായി വട്ടശ്രീകോവിലിൽ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമസ്വാമി ദീനദയാലുവായി സർവ്വ ഐശ്വര്യങ്ങളും അരുളി കുടികൊള്ളുന്നു. ഇനി മേമുറി ഭരതസ്വാമി ക്ഷേത്രം നാലമ്പല വഴിയിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ്. മാമലശ്ശേരി ശ്രീരാമ സന്നിധിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഈ ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വനവാസത്തിനു പോയ രാമലക്ഷ്മണന്മാരെ തിരഞ്ഞ് ഭരതശത്രുഘ്നന്മാർ പോകുന്നു. യാത്രാമധ്യേ അവർ വലിയൊരു കാട്ടിലകപ്പെടുന്നു. പരസ്പരം രണ്ടാളും വേർപെട്ടു പോകുന്നു. ഭരതസ്വാമി എത്തിച്ചേർന്ന് വിശ്രമിച്ച സ്ഥലമാണ് ഭരതപ്പിള്ളി എന്നറിയപ്പെടുന്നത്. അവിടെ താമസിച്ചിരുന്നവർ ഭരതസ്വാമിയെ തങ്ങളുടെ രാജാവായി കരുതി വാഴിക്കുകയും ചെയ്തു എന്ന് വിശ്വസിച്ചു പോരുന്നു. പടിഞ്ഞാട്ട് ദർശനമായി ചതുരശ്രീകോവിലിൽ ശിലാവിഗ്രഹത്തിൽ അനുഗ്രഹാശിസ്സുകളേകിയാണ് ഭരതൻ കുടികൊള്ളുന്നത്. ഇനി മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം, ഇത് നാലമ്പല വഴിയിലെ 3ാമത്തെ ക്ഷേത്രമാണ്. ഭരതക്ഷേത്ര സന്നിധിയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വൈക്കം ഗ്രൂപ്പിൽപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ഭരതക്ഷേത്രം. ചാലക്കുടി പുഴയോരത്തെ ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും ലക്ഷ്മണസ്വാമി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീബലി ബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട സ്ഥലമാണ് ഈ ക്ഷേത്രം. ലക്ഷ്മണസ്വാമി തൻ്റെ കടുത്ത ഉപാസകനായിരുന്ന കരിമലക്കാട്ട് മൂസത്ത് എന്ന ഭക്തന്റെ വീട്ടിലാണ് ശിവേലി ബിംബത്തിൽ എഴുന്നള്ളിയത്. പിൽക്കാലത്ത് മൂസത്തിന്റെ വസതിയോട് ചേർന്ന് ഇന്ന് കാണുന്ന ക്ഷേത്രം പണിയുകയും മൂസദിന്റെ കൊട്ടാരം ശ്രീമൂലസ്ഥാനമായി പൂജിച്ചു പോരുകയും ചെയ്യുന്നു. അവിടെ തന്നെയാണ് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രമുണ്ട്. നാലമ്പല വഴിയിലെ 4ാമത് ക്ഷേത്രം. മുളക്കുളം ക്ഷേത്ര സന്നിധിയിൽ നിന്നും 7.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. വനവാസത്തിന് പോയ രാമലക്ഷ്മണന്മാരെ അന്വേഷിച്ചു പോയ ഭരതശത്രുഘ്നന്മാർ വേർപെട്ടു പോയി വലിയൊരു കാട്ടിലകപ്പെട്ടു. ശത്രുഘ്നസ്വാമി അവിടത്തുകാർ നെടുങ്കാട്ട് തേവർ എന്ന് വിളിച്ച് ആദരിച്ചു. നെടുങ്കാട്ട് തേവർ കാലക്രമത്തിൽ നെടുങ്കാട്ട് തേവരായി മാറി എന്ന് വിശ്വാസം. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ശോച്യാവസ്ഥയിലായ ക്ഷേത്രം ഉടമസ്ഥർ നാരക്കാട്ടുമന മാമലശ്ശേരി
ക്ഷേത്രത്തിനടുത്തുള്ള മറ്റൊരു ക്ഷേത്രാങ്കണത്തിലേക്ക് മാറ്റുകയും പഴയ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ അതേ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. സമീപവാസികൾക്കും നാടിനും ഓരോരോ അനിഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഒടുവിൽ ദേവപ്രശ്നത്തിൽ ഭഗവാന്റെ ചൈതന്യം പഴയ സ്ഥാനത്ത് നിന്ന് മാറിയില്ല എന്ന് മനസ്സിലാക്കി ക്ഷേത്ര ഉടമസ്ഥരും നാട്ടുകാരും ചേർന്ന് അമ്പലം പഴയപടി അതേ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് പഴയ സ്ഥാനത്ത് പുനർനിർമ്മാണം തുടങ്ങി. ഫലമോ നാട്ടിൽ സമൃദ്ധിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടു. ക്ഷേത്ര നിർമ്മാണം പുരോഗമിച്ചു. കിഴക്കോട്ട് ദർശനമായ ചതുരശ്രീകോവിലിൽ ശിലാവിഗ്രഹത്തിൽ സർവ്വ ശത്രുദോഷങ്ങളും അകറ്റി കുടികൊള്ളുകയാണ്. ഇതാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനം. ഈ നാലമ്പലങ്ങൾക്ക് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് രാമായണവുമായും രാമകഥയുമായും രാമനുമായും ധാരാളം ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അവിടുത്തെ ആൾക്കാർക്കിടയിൽ പ്രചരിക്കുന്ന കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാലമ്പല ദർശനം ഏറ്റവും പവിത്രവും പുണ്യവുമായി കരുതപ്പെടുന്നു. എന്തായാലും ഈ കർക്കിടക മാസം എന്ന് പറയുന്ന നാലമ്പല ദർശനത്തിനുള്ള സമയമാണ്. സാധിക്കുന്നവരെല്ലാം ഈ കർക്കിടക മാസത്തിൽ പറ്റുന്ന അവരവരുടെ ഇടങ്ങളിലുള്ള ആ നാലമ്പലങ്ങൾ ദർശിക്കാൻ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.